ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ തുടർന്ന് വിചാരണ നേരിട്ട ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ എന്നുള്ള നിർണായകമായ വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നു. അന്ന് കൊല്ലപ്പെട്ടത് 1400-ലേറെ പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. അവർ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ബി കെ സുഗീലുണ്ട് വിവരങ്ങൾ നൽകാനായി. ബി കെ, ഉത്തരവിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? അജയ്, മണിക്കൂറുകൾ നീണ്ട വിധി പ്രസ്താവനത്തിന്റെ ഒടുവിൽ ഏതായിരുന്നാലും ഈ ഒരു ശിക്ഷാവിധി കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഷെയ്ഖ് ഹസീന അടക്കം 3 പേർക്കും ഇപ്പോൾ വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീന വധശിക്ഷയ്ക്ക് അർഹയാണ്. അവർ മേൽ ചാർത്തപ്പെട്ട 5 കുറ്റങ്ങളും അത് തെളിയിച്ചിരിക്കുകയാണ്. അത് തെളിയുന്നതാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കോടതി വിധിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിധി പുതിയ ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണമാകും എന്ന് ഇടക്കാല സർക്കാരിൽപ്പെട്ട ആളുകളും അവരുടെ അഭിഭാഷകരും പറയുന്നു. എന്നാൽ അവാമി ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, 20 വർഷം ബംഗ്ലാദേശ് നയിച്ച ഒരു നേതാവ്, അവർ മരണശിക്ഷയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഇനി ഒരു വലിയ കലാപത്തിലേക്ക് നീങ്ങും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം ബംഗ്ലാദേശിലെ അവരുടെ ഹാൻഡിലുകളെല്ലാം തന്നെ ഇതിനെതിരെ പ്രക്ഷോഭം നടത്തണം, അതിനെതിരെ പ്രതിഷേധിക്കണം എന്ന ആഹ്വാനം വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ബോംബ് സ്ഫോടനങ്ങൾ, അതേപോലെ തന്നെ ബസ് കത്തിക്കലുകൾ, അതേപോലെയുള്ള വിവിധ അക്രമങ്ങൾ രാജ്യത്തുടനീളം അവർ നടത്തിയിരുന്നു. അതിന്റെ ഒരു ബാക്കിപത്രം ഇന്ന് നമ്മൾ കാണേണ്ടി വരും. അത് നേരത്തെ തന്നെ അവർ പ്രതീക്ഷിച്ചതാണ്. ഹസീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ തന്നെ മരണശിക്ഷയാണ്, വധശിക്ഷയാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്നുള്ള സൂചന അവർ പുറത്തുവിട്ടിരുന്നു. ആ തരത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രചാരണം നടത്തിയിരുന്നത്. ഇതിനെതിരെ രാജ്യത്തുടനീളം പ്രക്ഷോഭം നടത്താനാണ് ഇവർ പറയുന്നത്. ഇത് നടത്തിയത് ഒരു ഡമ്മി കോടതിയാണ്. ഈ കോടതി നിഷ്പക്ഷമല്ല എന്ന് അവർ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർ ഇപ്പോൾ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ 1400 പേരെ കൊലപ്പെടുത്തി, അത് ആസൂത്രിതമായ വംശഹത്യാ സ്വഭാവത്തിലുള്ളതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മുൻ ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾക്കെല്ലാം തന്നെ വധശിക്ഷയുണ്ട്. മുൻ പോലീസ് മേധാവി മാത്രമാണ് കോർട്ടിൽ ഹാജരായിരുന്നത്. ഷെയ്ഖ് ഹസീന നമുക്കറിയാം ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്. ഈ അഭയം അവസാനിപ്പിക്കണം, എത്രയും പെട്ടെന്ന് അവരെ ബംഗ്ലാദേശിലേക്ക് എത്തിക്കണം എന്നാണ് ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ഈ ആവശ്യത്തോട് പ്രതികരിക്കാൻ ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇനി ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കോടതി വിധി മാനിക്കണം ഇന്ത്യ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഇടക്കാല സർക്കാർ ഇന്ത്യയോട് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുമോ നമുക്കറിയാം. തന്നെ ബി കെ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്, എങ്ങനെയാണ് ഇനി ഇത് ബാധിക്കുക? മറ്റൊന്ന്, അവാമി ലീഗ് വീണ്ടും ശക്തി ആർജിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ട്. നേരത്തെ ബി കെ പറഞ്ഞതുപോലെ തന്നെ കലാപ ആഹ്വാനത്തിന് അവാമി ലീഗ് ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യത്ത് പല സ്ഥലത്തും വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. അത്തരത്തിൽ വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കിക്കാണാൻ കഴിയുക, വിലയിരുത്താൻ കഴിയുക? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശ് പുതിയൊരു തലത്തിലേക്ക്, ഒരു ജനാധിപത്യത്തിന്റെ വഴിയിലേക്ക്, അക്രമങ്ങളും അതേപോലെ തന്നെ മറ്റു പ്രതിസന്ധികളും ഇല്ലാത്തൊരു ലോകത്തേക്ക് വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇടക്കാല സർക്കാരിനും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒരു സ്റ്റേബിളായി യൂനിസിന്റെ നേതൃത്വത്തിൽ അത് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ ഒരു വിധി വരുന്നത്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ്, ഇന്ത്യ അഭയം നൽകിയിരിക്കുകയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കാലങ്ങളായി, അതിന്റെ പിറവി മുതൽ തന്നെ നല്ല സൗഹൃദത്തിലാണുള്ളത്. പക്ഷേ ആ സൗഹൃദത്തിന് മങ്ങിലേൽക്കുന്ന രൂപത്തിലേക്കാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ ഒരു വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്ന സ്വാഭാവികമായ ചോദ്യമുണ്ട്. അത് വളരെ കുറവാണ്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ മാത്രം ഈ ഒരു ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതൊരു ഭാഗത്ത്. ഇനി അവാമി ലീഗിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഒരുപാട് കാലം ബംഗ്ലാദേശ് നയിച്ച അവാമി ലീഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടി, ആ പാർട്ടി ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിൽ. അടുത്ത വർഷം 2026 ഫെബ്രുവരിയിൽ, അടുത്ത റമദാൻ മാസത്തിന് മുമ്പായി തന്നെ ഇലക്ഷൻ പൂർത്തീകരിക്കും എന്നാണ് യൂനിസ് സർക്കാർ പറയുന്നത്. ആ ഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട സംഘടന അവാമി ലീഗ് ഒരിക്കലും ഈ ഒരു ഇലക്ഷന്റെ ഭാഗം ആകെയില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ ബഹിഷ്കരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ അവാമി ലീഗ് മുന്നോട്ട് വെക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടാകുന്നത്, പുതിയൊരു ശിക്ഷാവിധി വരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഹസീനക്ക് സ്വാഭാവികമായും അവരുടെ പാർട്ടി ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടി ഗ്രാമങ്ങളിലെല്ലാം തന്നെ
ഇപ്പോൾ ശക്തി ആർജിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നേതാക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നേതാക്കൾ ഒന്നുകിൽ അവർ ജയിലിലാണ്, അല്ലെങ്കിൽ പല ആളുകളും രാജ്യം വിട്ട് പുറത്താണുള്ളത്. ആ ഒരു സന്ദർഭത്തിൽ നേതാക്കളുടെ വലിയ ദാരിദ്ര്യം ഈ രാജ്യം, ഈ ഒരു പാർട്ടി അനുഭവിക്കുന്നു. ബാക്കിയുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ അവർക്ക് പലതരത്തിലുള്ള സ്വാധീനമുള്ള പാർട്ടി തന്നെയാണ്. ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട്, ഈ വധശിക്ഷ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. വലിയ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. നമ്മൾ നോക്കേണ്ടത്, ഒരു നിരോധിക്കപ്പെട്ട ഒരു സംഘടന ആഹ്വാനം ചെയ്ത ബന്ദ് ബംഗ്ലാദേശിൽ ഉടനീളമുണ്ട് എന്നുള്ളതാണ്. ധാക്ക പോലെയുള്ള തലസ്ഥാന നഗരം പോലും വിജനമായി കിടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയം ഉയർത്തിക്കാട്ടി വീണ്ടും ശക്തി ആർജിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരു വിധി വന്ന ഉടനെ തന്നെ സോഷ്യൽ മീഡിയ അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം നയിക്കണം, കലാപം ഉണ്ടാക്കണം എന്ന തരത്തിലുള്ള ആഹ്വാനങ്ങൾ അവാമി ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ബംഗ്ലാദേശിനെ വീണ്ടും ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇടക്കാല സർക്കാർ എന്തു വില കൊടുത്തും ഈ കലാപത്തെ നിയന്ത്രിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്രമികളെ എവിടെ കണ്ടാലും വെടിവെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1400ഓളം പേർ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടുവെങ്കിൽ പുതിയൊരു പ്രക്ഷോഭത്തിന്റെ പേരിൽ ഇനിയും ആളുകൾ കൊല്ലപ്പെടുകയും അത് വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയൊക്കെ ചെയ്താൽ വീണ്ടും ബംഗ്ലാദേശിൽ അസ്ഥിരത തന്നെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഏതായിരുന്നാലും ഈ വിധി എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്കൊരു വധശിക്ഷയാണ് വന്നിട്ടുള്ളത്.